എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് എൻ്റെ പ്രിയ സജ്ജനങ്ങളുടെ മുമ്പിലെത്താനുള്ള കാരണം, ഇന്ന് ഭാരതത്തിൻ്റെ ഹൃദയഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി തത്വമസി അസോസിയേഷൻ്റെ അധ്യക്ഷനുൾപ്പെടെ ഞങ്ങൾ ഏതാണ്ട് 6ഓളം പേര് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പ്രയാഗ്രാജിലുണ്ടായിരുന്നു. പ്രയാഗ്രാജിനെക്കുറിച്ച് സോഷ്യൽ മീഡിയകളിൽ ചില മഹാന്മാർ ചില പോസ്റ്റുകൾ ഇടുന്നത് കണ്ടിട്ടാണ്, ദുഃഖം തോന്നിയിട്ടാണ് എല്ലാവരോടും ഇത് അറിയിക്കാൻ വേണ്ടി ഞാൻ എത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തിനുള്ളിൽ പ്രയാഗ്രാജിലും അയോധ്യയിലും കാശിയിലുമായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് അവിടെ ഒരുക്കിയിരിക്കുന്ന ആ സംവിധാനം, അതായത് 52 കോടി ജനങ്ങൾ കഴിഞ്ഞ മകരവിളക്ക് ദിനം മുതൽ ഇന്ന് വരെ 52 കോടി ജനങ്ങൾ സന്ദർശിച്ചിരിക്കുന്നു. അവിടെ സ്നാനം നടത്തിയിരിക്കുന്നു. അവർക്ക് ആർക്കും തന്നെ യാതൊരുവിധമായ അസ്വസ്ഥതകളുമില്ല. അസ്വസ്ഥതകളെല്ലാം മലയാളത്തിലെ കുറേ സോഷ്യൽ മീഡിയ ചാമ്പ്യന്മാർക്കാണ്. ഞങ്ങൾ ഗംഗാനദിയിൽ സ്നാനം ചെയ്തു. സത്യം പറഞ്ഞാൽ അരമണിക്കൂറിലധികം സമയം എടുത്താണ് സ്നാനം ചെയ്തത്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ബോട്ടിൽ സംഗമസ്ഥാനത്ത് പോയി സ്നാനം നടത്തി വന്നു. അവർ 2 മണിക്കൂർ സമയം എടുത്തത്, 1 മണിക്കൂർ സമയം അവർ സ്നാനത്തിന് വേണ്ടി ഉപയോഗിച്ചു. അവിടെ യാതൊരു വിധമായ തടസ്സങ്ങളും ഉണ്ടായില്ല. നമുക്ക് തങ്ങാൻ അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നു, പല ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ. അതിലെനിക്ക് ഏറ്റവും ഭംഗിയായി തോന്നിയത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ 18ാം സെക്ടറിലുള്ള ആവാസ കേന്ദ്രമായിരുന്നു. എത്ര ആൾക്കാരെ ഉൾക്കൊള്ളാൻ, ഒരു ദിവസം 5000 മുതൽ 10000 വരെ ആൾക്കാർക്ക് അവിടെ കഴിയാനുള്ള 10 ഡേയ്സ് സംവിധാനം വിശ്വ ഹിന്ദു പരിഷത്ത് ഒരുക്കിയിരിക്കുന്നു. 5000-ഓളം പേർക്കുള്ള ഭക്ഷണം ഒരുക്കിയിരിക്കുന്നു. പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചഭക്ഷണമുണ്ട്, രാത്രിയിലെ ഭക്ഷണമുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ. നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും അവിടെ ഒരു താത്കാലിക ബാത്റൂം സിസ്റ്റം, അത് വളരെ ശ്രദ്ധയോടെ അത് ഒരുക്കിയിരിക്കുന്നു. അവിടെ വെള്ളത്തിൻ്റെ ഉപലബ്ധി വളരെയേറെയുണ്ട്. യാതൊരുവിധ, അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്ക് പാർക്കിംഗ് സംവിധാനം. എത്ര വാഹനങ്ങളിൽ ചെന്നാലും ആ മഹാനഗരിയുടെ വിവിധ ഭാഗത്ത് അതിമനോഹരമായ പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുന്നു. തേടി പോകേണ്ട കാര്യമില്ല. UP പോലീസ് നമ്മളെ ആ പാർക്കിംഗ് ഏരിയയിൽ തന്നെ എത്തിക്കുന്നു. ഞങ്ങൾ കാറിലാണ് പോയത്. ഞങ്ങൾക്ക് അവിടെ തേടി പിടിക്കേണ്ട യാതൊരു ആവശ്യവും വന്നില്ല. അത് എവിടെ ചെന്നാലും, അയോധ്യ ചെന്നാലും, അതോടൊപ്പം തന്നെ കാശി ചെന്നാലും, അതോടൊപ്പം തന്നെ പ്രയാഗ്രാജിൽ ചെന്നാലും പുറത്തുനിന്ന് വന്നിരിക്കുന്നവരോടുള്ള വാഹന പാർക്കിങ്ങിന് വേണ്ടി പ്രത്യേക പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ അച്ചടക്കത്തോടെ യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ലാതെ. ആദ്യം ഒരു തിക്കിലും തിരക്കിലും പെട്ട് ചെറിയ സംഭവം ഉണ്ടായി. അതെങ്ങനെ ഉണ്ടായി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എങ്കിൽ പോലും ഇത്ര മനോഹരമായൊരു സംവിധാനം ഒരുക്കിയിരിക്കുക. അതായത് ഒരു ദിവസം 2-3 കോടി ജനങ്ങൾ ആ മഹാനദിയിൽ, ആ മഹാപുണ്യതീർത്ഥത്തിൽ സ്നാനം നടത്തുക. ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് ഒരുക്കിയിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. തിക്കും തിരക്കുമില്ല. എത്ര മനോഹരമായിട്ടാണ് ആ സ്നാനഘട്ടിൽ ഓരോരുത്തരും കുളിച്ചു കയറുന്നത്. അവിടെ അതേസമയം തന്നെ ഏറ്റവും മനോഹരമായ മറ്റൊരു കാര്യമുണ്ട്. വൈകിട്ട് ഏതാണ്ട് 8 മണി 9 മണി ആകുമ്പോഴേക്കും സ്നാനം ഏതാണ്ട് അവസാനിക്കുന്ന സമയത്ത് ഗംഗാനദിയിലെ മുകളിൽ നിന്നുള്ള വെള്ളം ഒഴുക്കാരംഭിക്കുന്നു. എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കൃത്യമായ സമയാസമയങ്ങളിൽ നദി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ആ നദീതടത്തിലില്ല എന്നുള്ളതാണ്. എല്ലാ പ്രകാരത്തിലുള്ള എല്ലാവിധ സഹായങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. എന്നിട്ടും മലയാളത്തിലെ ചില സോഷ്യൽ മീഡിയകൾ, പ്രത്യേകിച്ച് മാതൃഭൂമി പോലുള്ള ചില പത്രങ്ങൾ, അതിൽ കൊടുത്തിരിക്കുന്ന ചില വാർത്തകൾ സനാതനധർമ്മത്തിൻ്റെ ഏത് കാര്യത്തിനെയും നിന്ദിക്കുക, ഏത് കാര്യത്തിനെയും അപമാനിക്കുക, ഇത് മാതൃഭൂമിയുടെ ഒരു സ്ഥിരം പല്ലിവയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം കഴിഞ്ഞ ഒരാഴ്ച കാലം
ആ മഹാനഗരത്തിൽ ആ പുണ്യ നദീതീരത്ത് ആ സ്നാനഘട്ടിൽ കുളിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ അവിടെ സ്നാനം നടത്തുകയും അവിടെ ദർശനം നടത്തുകയും അവിടുത്തെ അഖാഡകളിൽ ഓരോന്നിനും സന്ദർശിച്ച് സന്യാസിമാരെ കാണുകയും അവിടെ എല്ലാം തന്നെ സന്ദർശിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അവിടെ എങ്ങും യാതൊരുവിധ പരാതികളും ഞങ്ങൾക്കുണ്ടായിട്ടില്ല, യാതൊരുവിധ പരിഭവവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല, യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു മാതൃഭൂമിക്കും പിന്നെ ചില സോഷ്യൽ മീഡിയകൾക്കും മാത്രമാണ് എന്നുള്ളതാണ് പരമാർത്ഥം. ഇന്നും മാതൃഭൂമി ഒരു ഇൻ്റർവ്യൂ നടത്തുന്നത് കണ്ടു, അവിടെ കുളിച്ചവർക്കൊക്കെ ചൊറി വന്നത്. ഞങ്ങൾ കുളിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കാർക്കും ഇതുവരെ ശരിയാണ്, എനിക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് എൻ്റെ ശരീരത്തിൽ ചില ചൊറിച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആ ചൊറിച്ചിൽ പോലും ഷുഗർ സംബന്ധമായിട്ടുള്ള ചൊറിച്ചിലായിരുന്നു, ആ ചൊറിച്ചിൽ പോലും മാറിയെന്നുള്ളതാണ് പരമാർത്ഥം. അത്ര പവിത്രവും പുണ്യവുമായ നദിയാണ് ആ ഗംഗ, ആ മഹാഗംഗ. ആ മഹാഗംഗയെ നമിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എല്ലാ സജ്ജനങ്ങൾക്കും ഞങ്ങളുടെ ടീമിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ശിവരാത്രി വരെയാണ്, അതിന് മുമ്പ് അവിടെ എത്താൻ കഴിയുന്നവർ തീർച്ചയായും യാതൊരുവിധ തിരക്കുകളും നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന പോലെ UP-യിൽ നിന്ന് കയറ്റിവിടുന്നില്ല, ഹരിയാനയിൽ നിന്ന് കയറ്റിവിടുന്നില്ല, ഡൽഹിയിൽ നിന്ന് കയറ്റിവിടുന്നില്ല. അവിടെ തടഞ്ഞിരിക്കുന്നു, ഇവിടെ തടഞ്ഞിരിക്കുന്നു, എങ്ങും തടഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ നഗരിയിൽ ചെന്ന് കയറിയ നിമിഷം മുതൽ പാർക്കിംഗ് ഏരിയ വരെ 10 കിലോമീറ്റർ സ്ഥലമാണ്. അല്പം ട്രാഫിക് കൂടുതലുണ്ടായിരുന്നത്, അതൊഴിവായാൽ മറ്റൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഇല്ല എന്നുള്ള പരമമായ സത്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജയ് ഹിന്ദ്, ഹര ഹര മഹാദേവ്, ഹര ഹര ഗംഗേ.